ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിൽ കൂർഗ് ഡിസ്ട്രിക്റ്റിലെ കുശാൽ നഗറിനടുത്തുള്ള ബൈലേക്കുപ്പ എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ബുദ്ധമതസ്ഥരുടെ പ്രശസ്തമായ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഗോൾഡൻ ടെമ്പിൾ എന്നാണ് അതിനറിയപ്പെടുന്നത്. ഇവർ ഇന്ത്യയിലുള്ള ബുദ്ധമതക്കാരല്ല കേട്ടോ. ടിബറ്റിൽ നിന്നും അഭയാർത്ഥികളായിട്ട് വന്ന ബുദ്ധമതസ്ഥരാണ് ഇവർ. ഇവരുടെ പ്രാർത്ഥനാ രീതിയും ആ ഡ്രസ് കോഡും പിന്നെ ഈ അമ്പലത്തിൻ്റെ മനോഹാരിതയും കൊണ്ട് കൂർഗിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസായി മാറിയിരിക്കുകയാണ് ഇന്നിവിടെ. ഇന്നത്തെ യാത്ര പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ നമ്മളെ ഉപ്പയോ ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ബാംഗ്ലൂരിലേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അവർ കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ ഈ സ്ഥലം കൂടി അവർക്കൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം നമ്മുടെ യാത്ര ഇരുട്ടി വഴിയാണ് കേട്ടോ. ഇരുട്ടിയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ സഞ്ചരിക്കണം കേട്ടോ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ഇരുട്ടിയിൽ നിന്ന് മാക്കൂട്ടം ചുരം വഴി കയറി കൂർഗ് ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കൂർഗ് മൈസൂർ പാതയിലെ ഫോറസ്റ്റിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ നടുക്കായിട്ടുള്ള ഈ ചെക്ക് പോസ്റ്റ് ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞാലാണ് കുശാൽ നഗറിലേക്കുള്ള വഴി. നേരെ പോയാൽ നമ്മൾ മൈസൂർ റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് നമ്മളെ വണ്ടിക്ക് ഒന്ന് കൈ നീട്ടിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അവർ നമ്മളോട് നിൽക്കാൻ പറഞ്ഞത് വേറെ ഒന്നിനും വേണ്ടിയല്ല, ഒരു 20 രൂപ ഫീ കെട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കർണാടകയിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് സംസ്ഥാന വണ്ടികളൊക്കെ കർണാടക ഫോറസ്റ്റിൻ്റെ ഇതേപോലെയുള്ള ചെക്ക് പോസ്റ്റുകൾ 20 രൂപ കെട്ടണമെന്ന് പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവർ കൈ നീട്ടിയത്. ഇപ്പോൾ കർണാടക ഫോറസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ചകളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഇവിടുത്തെ ചെറിയ ചെറിയ ടൗണുകളൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്താം കേട്ടോ. അപ്പം നമുക്കൊരു ടൗണ് കിട്ടിയിട്ടുണ്ട്. ഈ ടൗണിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടി സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മളെ സ്ഥലത്തെത്താറായിട്ടുണ്ട്. കുശാൽ നഗറിന് 6 കിലോമീറ്റർ ദൂരമാണ് ഈ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ ടിബറ്റിൽ നിന്നുള്ള അഭയാർത്ഥികളാണെന്ന്. 1959 ചൈനീസ് അധിനിവേശ കാലത്ത് 10,000-കണക്കിന് ടിബറ്റുകളെ കൊല്ലുകയും ലക്ഷക്കണക്കിന് ടിബറ്റുകളെ തടവുകാരാക്കുകയും ചെയ്തപ്പോൾ രക്ഷയില്ലാതെ ദലൈലാമയും കൂട്ടരും ഹിമാലയം വഴി ഇന്ത്യയിൽ പ്രവേശിക്കുകയായിരുന്നു കേട്ടോ. അവർ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് സഹായം തേടുകയും
അദ്ദേഹം ഇന്ത്യയിലെ പല ഭാഗത്തായി ഇവർക്ക് ക്യാമ്പ് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. നമ്മളിപ്പം കാണാൻ പോകുന്ന ടിബറ്റുകളുടെ ഈ ക്യാമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ ക്യാമ്പുകളിൽ ഒന്നാണ് കേട്ടോ. ഏകദേശം 3000-ഓളം ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്യാമ്പ് 10,000-കണക്കിന് അഭയാർത്ഥികളാണ് കേട്ടോ താമസിച്ചു വരുന്നത്. സാധാരണയായി ഗോൾഡൻ ടെമ്പിൾ കാണാൻ വരുന്നവർ ഗോൾഡൻ ടെമ്പിൾ മാത്രം കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ചുറ്റുമായി ഇവരുടെ ഒരുപാട് ക്യാമ്പുകളുണ്ട്. നമ്മളെല്ലാ ക്യാമ്പുകളിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നിടത്തുനിന്നൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചില ക്യാമ്പുകളിൽ വീഡിയോ എടുക്കാനോ അകത്ത് കടക്കാനോ അനുമതിയില്ല. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ട് ജസ്റ്റ് വരികയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ പോയ സമയത്ത് ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ റോഡ് ടാറിങ് ആയതുകൊണ്ട് തന്നെ പോലീസുകാർ എല്ലാ വണ്ടികളും 2 കിലോമീറ്റർ ദൂരത്തുള്ള ഈ പ്രദേശത്ത് പാർക്ക് ചെയ്യിപ്പിച്ചു. ഇവിടുന്ന് നമുക്ക് ഓട്ടോയിൽ പോകേണ്ടി വന്നു. ടിബറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിഴക്കൻ ഏഷ്യയിലെ 25 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് കേട്ടോ ഇത്. 7-ാം നൂറ്റാണ്ടിൽ സാമ്രാജ്യമായി മാറിയ ടിബറ്റ് പിന്നീട് പല കാലങ്ങളിലായി പല യുദ്ധങ്ങളിലും ഏർപ്പെടുകയുണ്ടായി. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായതുകൊണ്ട് തന്നെ ടിബറ്റിനെ അറിയപ്പെടുന്നത് തന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ്. 4 ഭാഗത്തും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ടിബറ്റിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ എവറസ്റ്റ് നിലകൊള്ളുന്നത്. അപ്പം നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധമത പഠന കേന്ദ്രമാണിത്. ധ്രുവ പത്മ നോർബു റിംപുച്ചെ എന്ന സന്യാസി 1963-ലാണ് കേട്ടോ ഇത് നിർമ്മിച്ചത്. ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവരുടെ ഫ്രീ ആയിട്ടൊരു എഡ്യൂക്കേഷൻ നൽകി വരുന്നു. അപ്പോൾ ഇത് കാണാൻ വരുന്ന നമ്മളെ കേരളക്കാർക്കൊക്കെ ഇപ്പോൾ ഇരിട്ടി വഴിയാണ് വരുന്നതെങ്കിൽ ഏകദേശം 90 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്താം കേട്ടോ. ഇതിനടുത്ത് തന്നെ വണ്ടി പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് മുന്നിൽ തന്നെ പാർക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വണ്ടി സൗകര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ കുശാൽ നഗറിലേക്ക് വന്നാൽ അവിടുന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത്. അപ്പോൾ അവിടുന്ന് ഓട്ടോയോ ടാക്സിയോ എല്ലാം ഇവിടത്തേക്ക് കിട്ടും കേട്ടോ. കുശാൽ നഗറിലേക്കാണെങ്കിൽ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ബസ്സുണ്ട് കേട്ടോ. ഇപ്പോൾ കൂർഗിലേക്ക് ടൂർ വരുന്നവർ ഈ പ്രദേശം മറക്കാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇവർ ആ ഡ്രസ് കോഡിങ്ങും ഇവർ ആ പ്രാർത്ഥനാ രീതിയും ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേക തരത്തിൽ സൗണ്ട് ഉണ്ടാക്കി നല്ല മനോഹരമായ രീതിയിലാണ് ഇവരുടെ പ്രാർത്ഥന. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇവരുടെ പ്രാർത്ഥനാ സമയം. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ. ടിബറ്റിലെ ന്യൂ ഇയർ ടൈമിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആഘോഷം. ആ സമയത്ത് ഇത് മൊത്തമായിട്ട് വിളക്കുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ട് വളരെ മനോഹരമായിരിക്കുമെന്നാണ് പറയുന്നത് കേട്ടത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് കേട്ടോ ടിബറ്റിൽ ന്യൂ ഇയർ വരുന്നത്. ആ സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ കൾച്ചർ പ്രോഗ്രാമും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കച്ചവടമാണ് കേട്ടോ. ഈ ടിബറ്റൻ ഐറ്റംസൊക്കെ ഇവർ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഇവരുടെ ടിബറ്റൻ്റെ ഐറ്റംസൊക്കെ അവിടെ നിന്ന് ലഭിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ കമ്പിളി പൊതുപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഇവർ അവിടെ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ ഷോപ്പിംഗ് കോംപ്ലക്സ് ക്യാമ്പ് 1 പോയാൽ ഇവരെ ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ ഇവർ കൃഷിയൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അഭയാർത്ഥി എന്ന രീതിയിൽ ഗവൺമെൻറ് അടുത്ത് ഗ്രാൻറ്റും ഇവർക്ക് ലഭിച്ചു വരുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ അകത്ത് കയറി ഗോൾഡൻ ടെമ്പിളിൻ്റെ കുറച്ചടുത്തായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഇത്. 100 കണക്കിന് വിളക്കുകൾ നടുപ്പിച്ച് കത്തിച്ച് വെച്ചിരിക്കുകയാണ്.
ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും നമുക്കിത് കാണാൻ നല്ല ഭംഗിയായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന കേട്ടോ ഗോൾഡൻ ടെമ്പിൾ 1995 പണി തുടങ്ങി. 1999 ഇത് ഭക്തർക്ക് തുറന്നു കൊടുത്തത്. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. വൈകുന്നേരം പ്രാർത്ഥനാ സമയത്ത് നമുക്ക് അകത്ത് കിടക്കാൻ പറ്റില്ല. ഇതിന് പ്രധാനമായി ഗോൾഡൻ ടെമ്പിൾ എന്ന ഒരു പേര് വിളിക്കാൻ തന്നെ കാരണം ഈ കാണുന്ന ഈ സ്റ്റാച്ചു ആണ് കേട്ടോ. നല്ല മനോഹരമായ ഗോൾഡൻ കളറിലാണ് കേട്ടോ ഈ സ്റ്റാച്ചു ഉള്ളത്. ഈ ഓരോ പ്രതിമകൾക്കും 40 അടിയോളം ഉയരമുണ്ട്. ഒരുപാട് ചിത്രകലകളുണ്ട് കേട്ടോ ഇതിനകത്ത്. വളരെ മനോഹരമായി വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ബുദ്ധമതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിൻ്റെയും മറ്റുമൊക്കെ കഥ പറയുന്നതാണ് കേട്ടോ. ഈ ചിത്രകലകൾ കൂടാതെ ഒരുപാട് കൊത്തുപണികളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ടിനകത്ത് ഈ ടെമ്പിൾ കൂടാതെ 3ഓളം ടെമ്പിളുകൾ കൂടിയുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ബുദ്ധമതസ്ഥർ ആരാധിക്കുന്ന പ്രധാന ദൈവങ്ങൾ. നടുക്കുള്ളതാണ് ശ്രീബുദ്ധൻ. പിന്നീട് 2 ഭാഗത്തായി കാണുന്നത് ഒന്ന് ലോർഡ് അമിത്യൂസും രണ്ടാമത്തേത് ലോർഡ് പത്മസംഭവയുമാണ്. ഈ കാണുന്ന ഈ പിക്ചറിലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഓരോരോ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. ഓരോരോ കാലത്ത് സംഭവിച്ച ഓരോരോ കഥകൾ. ഈ ടെമ്പിളിൻ്റെ അകത്ത് കിടക്കാൻ പ്രധാനമായും 3 കവാടങ്ങളാണ് കേട്ടോ ഉള്ളത്.
ഓരോ കവാടങ്ങളും ഓരോ കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലേ 4ഓളം അമ്പലങ്ങൾ ഇതിനകത്തുണ്ടെന്ന്. ഈ കാണുന്നതാണ് കേട്ടോ മറ്റൊരു അമ്പലം. ഇവരുടെ വസ്ത്രധാരണ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് കേട്ടോ. ആ വസ്ത്രധാരണ ബുദ്ധമത കാലത്തോളം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഒരു ഐതിഹ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. ശ്രീബുദ്ധൻ്റെ പ്രധാന അനുയായിയായ ആനന്ദന് ഒരു വിശ്വാസി ഒരു മനോഹരമായ ഒരു മേലങ്കി സമ്മാനമായി നൽകി. ഭൗതിക സുഖങ്ങൾ തനിക്ക് ഒട്ടും അനുയോജ്യമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ തുണി കഷ്ണം 30 കഷ്ണങ്ങളായി മുറിക്കുകയും പിന്നീട് അത് ചുന്നിച്ചേർക്കുകയും അങ്ങനെ അത് മേലങ്കിയായി ഉപയോഗിക്കുകയുമായി ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ബുദ്ധമതത്തിൽ ഇപ്പോഴും പിന്തുടർന്നു വരുന്നത്. ബുദ്ധമതം എന്നത് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഏകദേശം 50 കോടിയോളം ജനങ്ങൾ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. BC 5-ാം നൂറ്റാണ്ടിലെ സിദ്ധാർത്ഥൻ എന്ന ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം ലോകത്തിന് പരിചയപ്പെടുത്തിയത്. നേപ്പാളിലെ ലുംബിനിയിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു രാജാവായിരുന്നു. കൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച അദ്ദേഹത്തിന് പിൽക്കാലത്ത് ഭൗതിക സുഖങ്ങളിൽ നീരസം തോന്നുകയും പിന്നീട് സന്യാസം സ്വീകരിക്കുകയുമായിരുന്നു. 35 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു എന്ന് പറയപ്പെടുകയും പിന്നീടുള്ള 45 വർഷക്കാലം അദ്ദേഹം ഭാരതത്തിലെ ഗംഗാനദീ തീരത്ത് കൂടെ സഞ്ചരിച്ച് ജനങ്ങളെ തൻ്റെ ദർശനവും അതിൻ്റെ പ്രാധാന്യവും പഠിപ്പിക്കുകയുണ്ടായി. ഈ കാലഘട്ടമാണ് ബുദ്ധമതത്തിൻ്റെ തുടക്കമായി അറിയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ബുദ്ധമതം എന്നത് 2 നൂറ്റാണ്ടോളം ഒരു ഭിക്ഷുണി സംഘങ്ങളായി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തൻ്റെ ദർശനങ്ങളും കർമ്മങ്ങളും കൃത്യമായി പകർത്തിയ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിന്നീട് അത് ഗ്രന്ഥരൂപത്തിലാക്കുകയും അതൊരു ബുദ്ധമതം എന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു. അമ്പലത്തിന് പുറകെ വളരെ മനോഹരമായി പ്രകൃതിയെയും ഇവർ അലങ്കരിച്ചിട്ടുണ്ട്.
നമ്മളിതിൻ്റെ ചുറ്റും നടന്ന എല്ലാ ഭാഗങ്ങളും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു അമ്പലം. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് കൊത്തുപണികളാണ് ഇതിനകത്ത്. വളരെ മനോഹരമായ കൊത്തുപണികൾ. അതുപോലെ തന്നെ മുന്നേ ഗോൾഡൻ ടെമ്പിൾ കണ്ട പോലെ തന്നെ ഒരുപാട് ചിത്രങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും ഒരു വെറൈറ്റി എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ആ കൊത്തുപണികൾ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് ഇനിയുള്ള യാത്ര നമ്മൾ അടുത്തൊരു ക്യാമ്പിലേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്യാമ്പുകളുണ്ട് ഇവിടെ. പിന്നെ ചുറ്റുമായി 3000-ഓളം ഏക്കറയിൽ ഒരുപാട് ക്യാമ്പുകളും ഒരുപാട് അമ്പലങ്ങളും ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഇപ്പം പോകുന്നത് മറ്റൊരു ക്യാമ്പിലേക്കാണ് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ മറ്റൊരു ക്യാമ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് ക്യാമ്പ് നമ്പർ 1 കേട്ടോ. കർണാടകയിലെ ആദ്യത്തെ ക്യാമ്പായിരുന്നു കേട്ടോ ഇവിടുത്തെ. ഇവിടെയുണ്ട് കേട്ടോ ഒരുപാട് ചെറിയ ചെറിയ അമ്പലങ്ങൾ. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാം.
ഈ ഏരിയയിൽ മൊത്തമായി ഇവർ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. ഇവിടെ ഒരുപാട് ടിബറ്റൻ ഭക്ഷണശാലകളും അതുപോലെ തന്നെ ടിബറ്റൻ ഐറ്റംസ് കിട്ടുന്ന കോംപ്ലക്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ കോമ്പൗണ്ട് കണ്ടോ, ഈ കോമ്പൗണ്ടിനകത്താണ് ഇവരുടെ ക്യാമ്പ് മൊത്തം വരുന്നത്. ഈ ചുറ്റുമായി ഇതേപോലെ അവർ മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പുതിയ വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളും മറ്റു കാഴ്ചകളുമായിട്ട് ഉടൻ തന്നെ നമുക്ക് ഇനിയും വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക വീഡിയോ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈ കാണുന്ന ഒരു ടിബറ്റൻ ഹോട്ടലാണ് കേട്ടോ. നമ്മൾ കയറണമെന്ന് സംശയിച്ചു, ഇങ്ങനെ ഭക്ഷണം നമുക്ക് പിടിക്കുമെന്നില്ല, അറിയില്ല, അതുകൊണ്ട് പിന്നെ ഒഴിവാക്കി.